ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയേ. നമുക്ക് ഇന്ന് ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത്? അപ്പൊ എന്താണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ അല്ലെ വന്യജീവി ദേശീയ ഉദ്യാനം ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാ അവിടെ ആൻസർ? എല്ലാരും അവിടെ പറയുകയാണ്. നമുക്കറിയാം ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി ആണ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഇരവികുളമാണ് എന്നാണ് എല്ലാരും അവിടെ പറയുന്നത് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി, ഇരവികുളം വന്യജീവി സങ്കേതം. എല്ലാവർക്കും വെൽക്കം പറയുന്നുണ്ട്. ഇരവികുളം. ഓക്കെ, അപ്പൊ ഇരവികുളത്തെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാണ്. നോക്കാം എന്താണ് ഇരവികുളം. അവിടെ അവിടെ നേരെ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വരയാടൊക്കെ കണ്ടു അല്ലെ. അപ്പൊ ഈ വരയാടുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് നമുക്കറിയാം. ഓക്കെ, എന്താണ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? കേരളത്തിലെ അല്ലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ്. ദെൻ എന്താണ്? കേരളത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ് എന്നും കൂടി മനസ്സിലാക്കുക അല്ലെ. അപ്പൊ ഇരവികുളം ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് അല്ലെ. ഇപ്പത്തെ ഏറ്റവും വലിയ ജില്ലയല്ലേ ഇടുക്കി. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം അല്ലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ്. ഈ പിക്ചർ ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1975 എപ്പോഴാണ്? 1975 ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1978 അല്ലെ. എന്താണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 78, വന്യജീവിയായി സങ്കേതമായി പ്രഖ്യാപിച്ചത് 75 അല്ലെ. എന്താണ് പിന്നെ വംശനാശനി ഭീഷണി നേരിടുന്ന ഏതാണ്? വരയാടുകൾ. നമ്മൾ ഫസ്റ്റ് പിക്ചർ കണ്ടില്ലേ? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത്? ഈ ഇരവികുളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് എന്താണ്? വംശനാശനി ഭീഷണി നേരിടുന്ന അല്ലെ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത്? ഈ ഇരവികുളം അല്ലെ. ഇരവികുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇരവികുളമാണ്. ഈ പിക്ചർ നോക്കിയേ. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്ക് അല്ലെ. പിന്നെ ഇരവികുളത്തിന്റെ ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയിലെ ഏതാണ്? ഈ പിക്ചർ നോക്കിയേ. ആനമുടിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായി അല്ലെ സ്ഥിതി ചെയ്യുന്ന എന്താണ്? ദേശീയ ഉദ്യാനമാണ് ഏത്? ആനമുടി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. പിന്നെ എന്താണ്? തെക്കേ ഇന്ത്യയിലെ അല്ലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ഈ ആനമുടി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? അടുത്തത് ഇരവികുളം ദേശീയ പാർക്കിന്റെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഏത്? നമ്മൾ പറഞ്ഞു വംശനാശന ഭീഷണി നേരിടുന്ന വരയാട് അല്ലെ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് അല്ലെ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. നീലഗിരി താർ എന്ന പേരിലും അറിയപ്പെടുന്നു. മൂന്നാറിലെ രാജാമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ്. എവിടെയാണ്? മൂന്നാറിലെ രാജാമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഏത്? ഈ വരയാട് അല്ലെ. എന്താണ് രാജമല? എന്താണ്? വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്താണ്? വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആനമുടിയുടെ ഉയരം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2695 മീറ്റർ. എത്രയാണ്? 2695 അല്ലെ. എത്രയാണ്? 2695. ക്ലിയർ ആണോ? അപ്പൊ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഏത്? വരയാട്. 2695 മീറ്റർ ആണോ കിലോമീറ്റർ ആണോ? എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? മീറ്റർ ആണ് കേട്ടോ, കിലോമീറ്റർ അല്ല.
ക്ലിയറാണോ? അടുത്ത ചോദ്യം, അടുത്തത് നോക്കാം. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോപ്പിയസ്. എന്താണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം? ഏത് പേരിൽ അറിയപ്പെടുന്നു? നീലഗിരി ട്രാഗസ് ഹൈലോപ്പിയസ്. അല്ലെ, രാജമല വിനോദസഞ്ചാര കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഏതാണ്? ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. അല്ലെ, ഏതാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഇടുക്കിയാണ് കേട്ടോ. ഏതാണ്? ഇടുക്കിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇരവികുളത്തെ കുറിച്ച് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നീലഗിരി താര എന്താണ്? തമിഴ്നാടിന്റെ മൃഗമാണ് അല്ലെ, വംശനാശിനി ഭീഷണി നേരിടുന്ന മൃഗമാണ് ഇത്. ഈ വരയാട് ഇരവികുളത്താണ് കാണപ്പെടുന്നത്. ആനമല പറഞ്ഞു, ദേവികുളം പറഞ്ഞു, 78 പറഞ്ഞു അല്ലെ. പിന്നെന്താണ്? 2695 മീറ്റർ ആണ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ്. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ എക്സാമിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും LGS ചോദിക്കുക. ഓക്കെ, അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട അല്ലെ പ്രസ്താവന, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പൊ എക്സാമിന് ഒരു ചോദ്യം സൈലന്റ് വാലിയോ ഇരവികുളോ ഒക്കെ അവിടെ ചോദ്യം ഉണ്ടാവും. അത് ഒരു സംശയമില്ല, പ്രത്യേകിച്ച് ഏത് ഈ LGS പോലുള്ള പരീക്ഷകൾക്ക്. നോക്കാം, കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് അല്ലെ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കണം അല്ലെ. ഏതാണ്? അത് അവിടെ എന്താണ്? ശരിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ്? ദേശീയ ഉദ്യാനമായിട്ട് 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതും, പക്ഷെ 1985 എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി 1984 ഉദ്ഘാടനം 85 രാജീവ് ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ കാരണം? അല്ലെ, 85 രാജീവ് ഗാന്ധി അല്ലെ. ഇന്ദിരാഗാന്ധി അവിടെ കൊല്ലപ്പെട്ടു അല്ലെ. അതുകൊണ്ടാണ് ആര് വന്നത്? രാജീവ് ഗാന്ധി അവിടെ ഉദ്ഘാടനം ചെയ്ത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ചെർപ്പളശ്ശേരി. പറഞ്ഞ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് താലൂക്കാണ്? മണ്ണാറക്കാട് അല്ലെ, പാലക്കാട് ജില്ലയിലാണ് എന്നും കൂടി ഓർത്തു വെക്കണേ. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 2005 എപ്പോഴായിരുന്നു? 2007. ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി എന്ന് മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ആൻസർ 1 മാത്രമാണ്. എന്താണ്? 1 മാത്രമാണ്. അപ്പൊ ഇത് മാത്രം മിസ് പറഞ്ഞു തന്നിട്ട് സൈലന്റ് വാലിയെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണ്ടേ? പറഞ്ഞു തരാം. എന്തൊക്കെയാണ് സൈലന്റ് വാലിയെ കുറിച്ച് നോക്കിയേ. ആ ചിത്രം നോക്കിയേ, എത്ര ഭംഗിയില്ലേ. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ആണ് അല്ലെ. എന്താ നോക്കിയ പിക്ചർ നോക്കിയേ. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് അല്ലെ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. ഇന്ദിരാഗാന്ധിയാണ് 1985 സെപ്റ്റംബർ മാസം 7 തീയതി എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി അവിടെ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏക കന്യാവനമാണ് ഏത്? സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മരക്കാടാണ് സൈലന്റ് വാലി അല്ലെ. കേരളത്തിലെ പറഞ്ഞേ കന്യാവനമാണ് അല്ലെ സൈലന്റ് വാലി. പിന്നെന്താണ്? ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷമാണ് 2007 അല്ലെ. ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷമാണ് 2007 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത് നോക്കാം എന്താണ് സൈലന്റ് വാലിയെ കുറിച്ച്. സൈലന്റ് വാലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്താണ്? കുന്തിപ്പുഴ അല്ലെ. കുന്തി ഒഴുകി പോവാണ്. അപ്പൊ ഏതാണ്? അത് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ അല്ലെ. അപ്പൊ എന്താണ്? സൈലന്റ് വാലിയെ കുറിച്ച് എങ്ങനെ ഒഴുകില്ലേ? കുന്തി ഒഴുകി പോണത് കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? തൂതാപ്പുഴ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മഹാഭാരതത്തിൽ സൈലന്റ് വനം എന്ന് പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് അല്ലെ. എന്താണ്?
മഹാഭാരതത്തിൽ സൈലന്ത്രി വനം എന്ന് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലെ. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് അല്ലെ. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്. ഈ സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ ചോദിക്കുകയാണെങ്കിൽ അത് നീലഗിരി ബയോസ്ഫിയർ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാറക്കാട് താലൂക്ക് അല്ലെ. എവിടെയാണ്? മണ്ണാറക്കാട് താലൂക്ക്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് ഏത്? നീലഗിരി എന്ന് ഓർത്തു വെക്കുക. ഈ സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ചോദിക്കും. അത് 1914 കേട്ടോ. 1914. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, 84 ദേശീയോദ്യാനങ്ങൾ പ്രഖ്യാപിച്ചു, 85 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു, 2007 ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു വന്നു, 1914 അത് റിസർവ് വനമായി എന്നും കൂടി മനസ്സിലാക്കുക. ഏത് മണ്ണാറക്കാട് അല്ലെ, പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് താലൂക്കാണ് നിത്യഹരിത വനമാണ്. പിന്നെ കുറെ ഉണ്ട്, വെടിപ്ലാവൊക്കെ പറഞ്ഞു വരാം കേട്ടോ. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? നീലഗിരിയാണ്. ഏതാണ്? നീലഗിരിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. ഈ പശ്ചിമഘട്ടവും നീലഗിരി കുന്നുമൊക്കെ എന്താണ്? ഈ സൈലന്റ് വാലിയുടെ ഭാഗമായിട്ട് വ്യാപിച്ച് അവിടെ കിടക്കുന്നത് കേട്ടോ. ഈ പശ്ചിമഘട്ടവും നീലഗിരിയും 9.8 കിലോമീറ്റർ ഭാഗമുള്ള ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിയാക്കിലുള്ളതാണ്. അപ്പൊ എന്ത് നോക്കിയേ, ഇതാണല്ലേ എന്ത് 9.8 കിലോമീറ്റർ അല്ലെ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഏത്? ഈ സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങ് നോക്കിയേ, അവിടെ നോക്കി എന്താ ഒരു ഭംഗിയില്ലേ. അവിടെ നോക്കിയേ, ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് സിംഹവാലൻ കുരങ്ങിന്റെ കാര്യമാണ് മിസ് പറയുന്നത് അല്ലെ. എന്താണ്? വംശനാശനി ഭീഷണി. നമ്മൾ അവിടെ ഇരവികുളത്തിൽ പറഞ്ഞു എന്താണ്? നാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ കാര്യം പറഞ്ഞു. ഇവിടെ എന്താണ്? സിംഹവാലൻ കുരങ്ങ് അല്ലെ. എവിടെയാണ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത്? എവിടെയാണ് സൈലന്റ് വാലി? ഈ സൈലന്റ് വാലിയില് പിന്നെ എന്താണ് അവിടെ സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം? അവിടെ ചീവീടുകളില്ല. എന്താണ്? ചീവീട് ഈ സൗണ്ട് ഒക്കില്ലേ, അതില്ലാത്തത് കൊണ്ടാണ് അവിടെ എന്താണ് സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. എന്താണ്? സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? മക്കാക്ക സിലനസ് എന്ന്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണ്? ഈ ഒരു സാധനമില്ലേ, ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അല്ലെ. എന്താണ്? വെടിപ്ലാവ് കണ്ട ഈ പിക്ചറിനെ കണ്ട മറക്കില്ലല്ലോ. അപ്പൊ എന്താണ് സൈലന്റ് വാലി കുരങ്ങുകൾ അവിടെ സൈലന്റ് വാലിയിൽ മാത്രം, സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എക്സാമിന് ചോദിക്കും. കുലീനിയ എക്സാറിലാറ്റ. എന്താണ്? കുലീനിയ എക്സാറിലാറ്റ എന്നാണ് വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം. കണ്ടോ ഈ പിക്ചർ കണ്ടോ? അതേ കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് പിക്ചർ തരുന്നത് കേട്ടോ. ഈ ഒരു സാധനമാണ് എന്ത് നമ്മുടെ ഇത്രയും സൈലന്റ് വാലിക്ക് ഈ പേര് വരാൻ കാരണം. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ അവിടെ ഇല്ല. എന്താണ് സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം? പറഞ്ഞേ. ചീവീട് അവിടെ ഇല്ല. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1914 എന്നും കൂടി ഓർത്തു വെക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച 84. പിന്നെ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ, സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി 1984 എന്ന് പറഞ്ഞു അല്ലെ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ മാസം എപ്പോഴായിരുന്നു? 7-ാം തീയതിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച് 2007 നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. നിശബ്ദ താഴ്വര. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഗോത്രങ്ങളും അതുപോലെ ഖവാലി ഗോത്രങ്ങളും അയൽപ്പക്കും നോക്കാം. സൈലന്റ്
വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗമാണ് ഇരുളർ മുകുളർ. ഏതൊക്കെയാണ്? ഇത് രണ്ട് പിക്ചർ തന്നു അല്ലെ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളരും മുകുളരും. സൈലന്റ് വാലി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുരുത്തി. ഏതാണ്? തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുരുത്തി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 2009. ഈ ഒരു സ്റ്റാമ്പാണ് കേട്ടോ. അവിടെ എന്താണ്? സിംഹവാലൻ കുരങ്ങാണ് എന്നും കൂടി ആ സ്റ്റാമ്പില് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ സൈലന്റ് വാലിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? സിംഹവാലൻ കുരങ്ങ് കാണാൻ കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ചീവീട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സൈലന്റ് വാലിക്ക് ആ പേര് വന്നു അല്ലെ. പിന്നെന്താ പറഞ്ഞ? ബഫർ സോണിന്റെ കാര്യം പറഞ്ഞു. 2007 റിസർവ് വനമായി പറഞ്ഞു. സ്റ്റാമ്പ് 2009. എല്ലാ കാര്യം അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. പിന്നെന്തായിരുന്നു സൈലന്റ് വാലിയെ കുറിച്ച്? മല്ലല്ലേ, സൈലന്റ് വാലി ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് അല്ലെ. പുലീന എക്സാർലാറ്റ എന്നാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. ഈ കുന്തിപ്പുഴ എന്താണ്? മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കൂടിയാണ് ഏത്? ഈ കുന്തിപ്പുഴ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. പാത്രക്കടവ് പദവി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദിയാണ് ഏത്? ഈ കുന്തിപ്പുഴ അല്ലെ. അതുപോലെ തന്നെ ഈ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഒരു പക്ഷിയുണ്ട്. എന്താണ്? ബ്ലാക്ക് ബുൾബുൾ ട്ടോ. ഈ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ചോദിക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ബുൾബുൾ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ട്ടോ. ഓർക്കിഡ് ചോദിച്ചിട്ടുണ്ട്. അത് ഏറിയ ത്യാഗി എന്ന ഒന്നൊരു ഓർക്കിഡിന്റെ പേര്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ സൈലന്റ് വാലി എന്ന പേര്, അതുപോലെ തന്നെ പേര് നിർദ്ദേശിച്ചത് ആരാ ചോദിക്കുകയാണെങ്കിൽ അത് റോബർട്ട് റൈറ്റ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ സൈലന്റ് വാലിയോ, പെരിയാറ്, ആനമുടിച്ചോല. പിന്നെ എന്താ പറഞ്ഞു? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായതല്ലോ. ആനമുടിച്ചോല മതികെട്ടാൻ ചോലയാണോ? അല്ല, ഇരവികുളമാണ്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണോ? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം എന്താണ്? ഓപ്ഷൻ സി, ആനമുടിച്ചോല അല്ലെ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഓപ്ഷൻ സി, ആനമുടിച്ചോല. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ആനമുടിച്ചോലയാണ് അല്ലെ. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവുകൾ SCERT ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം അല്ലെ. ആനമുടിച്ചോല ഇവിടെ വളരെ ഭംഗിയായിട്ടുണ്ട്. ആനമുടിച്ചോല നിലവിൽ വന്ന വർഷമാണ് 2003 അല്ലെ. എന്താണ്? 2003 എന്ത്? ആനമുടിച്ചോല വന്നല്ലേ. ഇരവികുളം 1978 പറഞ്ഞു. സൈലന്റ് വാലി 84 പറഞ്ഞു. ആനമുടിച്ചോലയും അതുപോലെ തന്നെ മതികെട്ടാൻ ചോലയും പാമ്പാടൻ ചോലയും ഏതാണ്? 2003 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോ ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന ഈ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ്. 2003 അല്ലെ. ആനയുടെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനമുടിച്ചോലയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ഏത്? ഇത് തൂവാനം. ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോലയ ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഇടിവരച്ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ഇടവരച്ചോല റിസർവ്, പുല്ലാടി, പിന്നെ മന്നവൻ ചോല റിസർവ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉചിതമായ ഉത്തരം കണ്ടെത്തുക. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡ് ആയി പ്രഖ്യാപിച്ച പ്രദേശം ഇതേതാണ്? അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരുന്നു? അവിടെ ആൻസർ ആയിട്ട് വരുന്നത് മതികെട്ടാൻ, ആനമുടി, പാമ്പാടും ചോല ഇവയൊന്നുമല്ല. ഇത് എക്സാമിന്റെ എല്ലാ ക്വസ്റ്റിനും PYQ ആണ് കേട്ടോ. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്?
ആൻസർ ഓപ്ഷൻ എ അല്ലെ, മതികെട്ടാൻ ചോല. ഏത് വർഷമാണ്? 2003 നിലവിൽ വന്നു. എപ്പോഴാണ്? 2003 നിലവിൽ വന്നതാണ് ഏത്? ഈ മതികെട്ടാൻ ചോല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിക്ചർ നിലവിൽ വന്നത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ ഉടുമ്പൻ ചോല, സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കി ജില്ല. ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഏത്? കാട്ടുമല. എന്താണ്? കാട്ടുമലയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് കാട്ടുമലയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ പന്നിയാറിന്റെ പോഷക നദികളൊക്കെ ഈ മതികെട്ടാൻ ചോലയിലൂടെ ഉത്ഭവിക്കുന്നുണ്ട് കേട്ടോ. പന്നിയാറിന്റെ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നദികൾ നോക്കിയേ ഏതൊക്കെയാണ്? ഇതൊക്കെ പന്നിയാർ നദിയില്ലേ, അതിന്റെ പോഷക നദിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഏതൊക്കെയാണ്? ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഓക്കെ, ക്ലിയർ ആണോ? ദെൻ അടുത്ത്, കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞു, ഇരവികുളം പറയുമ്പോൾ പറഞ്ഞൂലേ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പാമ്പാടുംചോല അല്ലെ. എത്രയാണ് ആൻസർ വരിക? 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ് ആൻസർ? പാമ്പാടുംചോല 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ് പാമ്പാടുംചോല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നിലവിൽ വന്ന വർഷം 2003 തന്നെയാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയാണ്. പാമ്പാടുംചോലയുടെ വിസ്തീർണമാണ് നമ്മൾ പറഞ്ഞ എന്താണ്? 1.32 ചതുരശ്ര കിലോമീറ്റർ എന്നും കൂടി ഓർത്തു വെക്കുക. എത്രയാണ്? 1.32. ഇതൊക്കെയായിരിക്കും PSC എക്സാമിന് ചോദിക്കുക കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കുക.